ഇവിടെ ഇരിക്കായിരുന്നു. കുഞ്ഞെ കുഞ്ഞെ എന്താ അറിയട്ടാ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതെന്തോന്ന് കറി? ഇത് മീൻകറിയാണ് ഉണ്ടാക്കിയത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പേര് വേണമെങ്കിൽ മാറ്റാം. ഇതെന്തോന്നാ? ഇത്രയും വർഷമായിട്ട് നിങ്ങൾ വയ്ക്കുകയല്ലേ, ഇത് പുകഞ്ഞു പോയി. പോന്നല്ലേ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ആക്കാൻ വന്നതാണ്. കുഴപ്പമില്ല, നമുക്ക് വേറെ മാറ്റി വയ്ക്കാം. എന്ത് ഛർദ്ദിക്കാൻ പറഞ്ഞു? അത് പോഞ്ഞു പോയാൽ ഛർദ്ദിക്കാനൊക്കെ വരും. 2 വർഷമായിട്ട് ഞാൻ പുഞ്ചക്കറി ഷാപ്പിൽ ഇങ്ങനെ മീൻകറി ഉണ്ടാക്കി പഠിച്ചതാണ്. ഇപ്പം മറന്നുപോയി, എന്റെ കൂട്ട് മറന്നുപോയി. മീൻകറിയെ കഴിച്ചെങ്കിൽ ടേസ്റ്റിന്റെ ടേസ്റ്റ് ആയിരുന്നു. അന്ന് ഷാപ്പിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ 2 വർഷം പുഞ്ചക്കറി ഷാപ്പില്. അതെനിക്കറിയൂടായിരുന്നല്ലോ. അയ്യോ, അതൊരു കാലഘട്ടം, അതൊരു ഗുരുകുല പഠനമായിരുന്നു കുഞ്ഞെ. അവസാനം ഗുരുവിന്റെ കുടം പൊട്ടിച്ചപ്പം എന്നെ പറഞ്ഞു വിട്ടു. കള്ളുകുടം അത് പൊട്ടിച്ചപ്പം ഗുരു വശവശായിട്ട് വേറെ എന്തൊക്കെയാ പറഞ്ഞു, വളരെ മോശമായിട്ട് പറഞ്ഞു. ഞാൻ തിരിച്ചു പറഞ്ഞിട്ടില്ല, ഗുരു അല്ലേ, അപ്പോഴെന്നെ പൊക്കോളാൻ പറഞ്ഞു. കള്ളന്നല്ലേ ഇപ്പൊ പറഞ്ഞേ? കള്ളെന്ത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ഈ കള്ള് ചെത്തണവരാരെങ്കിലും നമ്പർ അറിയാമോ? കള്ള് ചെത്തുന്ന സോമൻ അറിയാം. എനിക്ക് ആ നമ്പർ ഒന്ന് തരുമോ? മൊബൈല് കണ്ടുപിടിക്കുന്ന മുമ്പേ തെങ്ങിന്ന് വീണ് ചത്തുപോയാണ്. എന്നാ അതല്ല, പിന്നെ ഇപ്പം നിലവിലുള്ള ആരെങ്കിലും നമ്പർ ഉണ്ടോ? നിലവിലുള്ള അതിന് നിലവിലുള്ളതെന്ന് പറയാനായിട്ട് ആര് കള്ള് ചെത്തുന്നത്? ഇപ്പൊ എല്ലാം കലക്കല്ലേ കുഞ്ഞേ. അങ്ങനെയൊന്നുമല്ല, ഇപ്പോഴും നല്ല കള്ള് കിട്ടും. ആര് പറഞ്ഞു കലക്ക്? വെറുതെ എന്റെ അടുത്ത് തർക്കിക്കാൻ എന്റെ അടുത്തും തർക്കിക്കാൻ വരരുത്. കലക്കാണ് കള്ള്, നല്ല കള്ള് ഇല്ല. പറഞ്ഞ കലക്കല്ല, നല്ല കള്ള് കിട്ടും. എനിക്ക് എന്താ? അല്ലല്ല, സംഭവം ഞാൻ മീൻ ഉണ്ടാക്കുന്ന വിധവും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കാര്യം. അല്ല, എങ്ങനെയുണ്ടായിരുന്നു? കറക്ക സൂപ്പർ ആയിരുന്നാ? അടിപൊളിയായിരുന്നു ഏട്ടാ. ഞാൻ പാൽ സർബത്ത് കുടിച്ചു. ഞാൻ ഏട്ടന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. തണുപ്പിച്ചിട്ട് വേണേ കുടിക്കാൻ. കുടിച്ചു കഴിഞ്ഞാ നമ്മുടെ നാവും അങ്ങ് ഇറങ്ങിപ്പോ. അങ്ങനെ നാവ് ഇറങ്ങിപ്പോയോണ്ടാണോ സുനിത ചേച്ചി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണുമ്പോ ഈ തറ കോമഡി അടിക്കുന്നത് കേട്ടോ. ശരി, ഞാൻ ഇതൊന്നും പറയാൻ പോകുന്നില്ലേ. പിന്നെ ഇതൊന്ന് ചൂട് പിടിപ്പിക്കാൻ വേണ്ടിട്ട് സംഭാരം എടുക്കട്ടെ, നല്ല തണുത്ത സംഭാരം. എടുക്കണ്ടേ? എടുക്കാന് രണ്ടിനും ഒരു ഭാവമായോണ്ട് അറിയാൻ വയ്യ. അങ്ങോട്ട് ചുമ്മാ വെറുതെ കേൾക്കാൻ വേണ്ടി തന്നെ ഇരിക്കുക. അതെ, ഇതിനകത്ത് പാൽ സർബത്തുണ്ട്, ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കെ തണുക്കട്ടെ. നമ്മളെടുത്ത് കുടിച്ചാൽ ശരിയാവൂലല്ലോ. പറ്റത്തില്ല, നമുക്ക് വേണ്ടേ, പറഞ്ഞതേ ഉള്ളൂ. ഏട്ടാ, ഏട്ടനും കൂടെ വരേണ്ടതായിരുന്നു. എന്തൊരു ഓഫറാന്നറിയോ സാധനങ്ങൾക്ക്. അതുകൊണ്ടല്ലേ ഞാൻ വരാത്തത്. അതെനിക്കറിയാലോ. ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? കേട്ടില്ല, പക്ഷെ ഏട്ടൻ ഇതേ പറയുള്ളൂ എന്നുള്ളത് എനിക്കറിയാലോ. അറിയാം. നിങ്ങൾ ഇവിടെ പോയിക്കുമായിരുന്നു? ചെറിയൊരു കറക്കം. സ്പെഷ്യൽ ആയിട്ടൊന്നും മേടിച്ചില്ലേ പുറത്തൊന്നും? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ തരാം. ആയിക്കോട്ടെ. ഓക്കെ, ഞാൻ ഫ്രിഡ്ജിൽ വെക്കാം. ബാക്കി വന്നിട്ട് ഇതാണ് മുടക്കത്തില്ല. എനിക്കാരോടും മുടക്കമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളെ ഇഷ്ടങ്ങളൊക്കെ പണ്ടേ മാറ്റി വെച്ച് കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയവരാ നമ്മൾ. എനിക്കെന്ത് എന്റെ പൊന്നു ചേട്ടാ, ഇങ്ങനെ ഡ്രാമാറ്റിക് ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് സീൻ വെറുതെ മോശമാക്കല്ലേ. സീൻ വെറുതെ മോശമാക്കിയതൊന്നും അല്ല, പിന്നെ എന്റെ ഇമോഷൻസ് ഞാൻ പറഞ്ഞതാ. ഇമോഷൻസാ? ഒരു കുപ്പി കള്ളിന്റെ പുറത്താണോ നിങ്ങൾ ഇമോഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഒരു കുപ്പി കള്ളിന്റെ ഇല്ല, അത് എന്റെ ആഗ്രഹമാണ്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് അത് മനസ്സിലാക്കണമെങ്കിൽ നിനക്ക് സഹോദര സ്നേഹം വേണം. സെന്റിമെന്റ്സ് ഓക്കെ ചേട്ടാ, സെന്റിമെന്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ ആ കള്ളുകുപ്പിന്ന് 2 പെഗ് ഇങ്ങനെ അടിച്ചുകൊണ്ട് പറഞ്ഞ എങ്ങനെ ഉണ്ടോ? അടിക്കാനാ? അതെങ്ങനെ? എന്റെ ഫ്രണ്ട് ഇപ്പൊ വരും ഒരു കുപ്പി കള്ളായിട്ട്, എന്നിട്ട് അതടിച്ചു. ചുമ്മാ? സത്യം? സത്യം ചേട്ടാ. എന്റെ തക്കോട് പറഞ്ഞപ്പോ ഞാൻ മേടിച്ചു തരത്തില്ലയോ? എന്നാലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്ത് പറ്റി ഇങ്ങനെ പെട്ടെന്ന് കള്ളു കുടിക്കാൻ ഒരു മൂഡ്? അത് കൂട്ടുകാര് കുമരകത്ത് പോയിരുന്നു, അവര് സ്റ്റാറ്റസ് ഇട്ടപ്പോ ഒരു ആഗ്രഹം. ശരി, അപ്പൊ ഞാൻ പോയി അത് കളക്ട് ചെയ്തിട്ട് പെട്ടെന്ന് പോയിട്ട് ഹൃദയായി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.